നമസ്കാരം. ഞാനത് ഫേസ്ബുക്കിൽ ഉണ്ണി മുകുന്ദൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട് കേട്ടോ. അതായത് ഉണ്ണി മുകുന്ദൻ ഒരു 6 മണിക്കൂർ മുന്നേ ഒരു ഫോട്ടോ സഹിതം പുള്ളി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ടൈപ്പ് ന്യൂസ് നിർത്താൻ ഞാൻ എത്ര പേയ്മെൻറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടൊരു സ്ക്രീൻഷോട്ട്. ഈ സ്ക്രീൻഷോട്ട് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടല്ലോ. പോപ്പുലർ ഒപ്പീനിയൻസ് മലയാളം POM എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫേസ്ബുക്ക് പേജ്, അതായത് 10-25,000 മെമ്പേഴ്സുള്ള ഒരു ഫേസ്ബുക്ക് പേജിൽ ഏതോ ഒരു ഫേക്ക് ഐഡിയുള്ള ഒരു വ്യക്തി റിക്ക് ഗ്രൈംസ് എന്നുള്ള പേരിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള സംഭവമാണ്. മലയാളികൾ കാത്തിരിക്കുന്നത് ഇവരുടെ കല്യാണം എന്ന് നടക്കുമെന്ന് അറിയാനാണ്. 100% 100 ലവ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം. അതായത് ഉണ്ണി മുകുന്ദനും അനുശ്രീയും കൂടി ഇരിക്കുന്ന ഒരു ഫോട്ടോ. അതായത് കുറച്ച് ദിവസം മുന്നേ നമ്മൾ കണ്ടാണ് ഈ ഒരു ഫംഗ്ഷന് ഇരുന്ന് സംസാരിക്കുന്ന ഒരു ഫോട്ടോ. ഈ ഒരു ഫോട്ടോ ചെറിയൊരു ഗ്രൂപ്പിലിട്ട ഒരു ഫോട്ടോ ഇന്നിപ്പോൾ ഉണ്ണിയുടെ ഫേസ്ബുക്ക് പേജിലൂടെ അതിൽ എഴുതിയിട്ട് ചോദിക്കുന്നുണ്ട്, ഈ ടൈപ്പ് ന്യൂസ് നിർത്താൻ ഞാൻ എത്ര പേയ്മെൻറ്റ് ചെയ്യണം. ഈ ഒരു ടോപ്പിക്ക് ഞാൻ എടുക്കാനുള്ള റീസൺ എന്താണെന്നറിയോ? നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനൽ ഫോളോ ചെയ്യുന്നവർക്കറിയാം, ഞാൻ ഒരുപാട് ഉണ്ണിയെ സപ്പോർട്ട് ചെയ്ത വ്യക്തിയാണ്. ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നു കേട്ടോ. കാരണം വെച്ചാൽ തുടക്കം തൊട്ടേ, കാരണം വെച്ചാൽ ഞാൻ ഉണ്ണിയെ ശബരിമലയ്ക്ക് പോകുന്ന സമയത്ത് കണ്ടിട്ടുണ്ട് ഒരു പ്രാവശ്യം. അതിനുശേഷം ഞാൻ ചാറ്റ് ചെയ്തിട്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ പല കാര്യങ്ങൾ പറയുമ്പോൾ ചാറ്റ് ചെയ്തിട്ടുണ്ട്. മാളികപ്പുറം എന്നാണ് മൂവി ഇറങ്ങിയ സമയത്ത് ഉണ്ണി ഞങ്ങളുടെ റിയാക്ഷൻ വീഡിയോ ഷെയർ ചെയ്തിരുന്നു, ട്രെയിലർ റിയാക്ഷൻ. പിന്നെ നമ്മൾ ആ ഒരു മൂവിയായിട്ട് ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആയിരുന്നു ഉണ്ണീനായിട്ട്. ഇപ്പോഴും അതെ കേട്ടോ. അതിനുശേഷം ഉണ്ണിയുടെ ഏത് ടോപ്പിക്ക് വരുന്ന ബാലയുടെ വിഷയം വരുന്ന സമയത്തും എല്ലാം നമ്മൾ ഉണ്ണീനെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് ചെയ്തതാണ്. പക്ഷേ ഈ സീക്രട്ട് ഏജൻറ്റ് വിഷയം വന്ന സമയത്ത് അന്ന് ആ ഒരു തെറിവിളി സംഭവം ഉണ്ടായല്ലോ. ഈ തെറിവിളിക്ക് മുന്നേ ശേഷമൊക്കെ ഉണ്ണിയെ തന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഈ തെറിവിളിയുടെ സമയത്ത് ഞാൻ ഉണ്ണിയെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ചെയ്തതെങ്കിൽ കൂടി എനിക്ക് ആ ഒരൊറ്റ കേസിൽ ഞാൻ വീഡിയോസിലൂടെ എൻ്റെ വീഡിയോ ഒന്ന് കണ്ടവർക്കറിയാം. ഞാൻ പറഞ്ഞു ഇത്രേ ഉള്ളൂ, ഒരിക്കലും ഉണ്ണി മുകുന്ദൻ ലൈഫിൽ ചെയ്യാൻ പാടില്ലാത്തൊരു പൊട്ടത്തരം, തെറ്റെന്നല്ല, ഒരു പൊട്ടത്തരമായിരുന്നു ഉണ്ണി ആ ചെയ്തിട്ടുള്ളത്. കാരണം വെച്ചാൽ അനാവശ്യമായിട്ട് ഒരു ഹൈപ്പ് ഒരാൾക്ക് ഉണ്ടാക്കി കൊടുത്തു, അല്ലാതെ ഒന്നും കൊണ്ട് നടന്നിട്ടില്ല. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണോ വിളിച്ചത്? ആ ഒരു വിളിച്ചിട്ടുള്ള ഔട്ട് ഓഫ് ആങ്കർ, ഔട്ട് ഓഫ് എടുത്തിയാട്ടം, ഔട്ട് ഓഫ് പൊട്ടത്തരമായ എടുത്തിയാട്ടം കൊണ്ട് ഒരു അനാവശ്യമായിട്ടുള്ളൊരു ഇഷ്യൂ ക്രിയേറ്റ് ചെയ്തു. അത് പല ആൾക്കാർക്കും ഹൈപ്പ് കിട്ടിയെന്നല്ലാതെ ആ ഒരു സംഗതി കൊണ്ട് വേറൊരു സംഭവം നടന്നിട്ടില്ല. ഇതിന് ശേഷവും പല സിറ്റുവേഷൻസിലായിട്ട് നമ്മൾ ഉണ്ണി മുകുന്ദൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ആണെന്നുണ്ടെങ്കിലും സോഷ്യൽ മീഡിയ ഇൻട്രാക്ഷൻസ് പലതും ഈ കമൻറ്റുകൾക്ക് മറുപടി കൊടുത്തിട്ടും ഒക്കെ കണ്ടിട്ടുണ്ട്. കാരണം വെച്ചാൽ മിക്ക സിറ്റുവേഷൻസിലും എനിക്ക് തോന്നിയിരുന്നത് അനാവശ്യമാണ്. കാരണം വെച്ചാൽ ഉണ്ണി ദ പൊസിഷൻ വെയർ ഹീസ് റൈറ്റ് നൗ ഇതുപോലുള്ള കോൺട്രവേഴ്സിയിൽ പോയി ചാടാതിരിക്കുകയാണ്. കോൺട്രവേഴ്സിയിൽ ഇതുപോലുള്ള അനാവശ്യമായിട്ടുള്ള ഡിസ്കഷൻസ്, ഇഫ് ഹി ഡസൻറ്റ് ഇൻറ്റെൻഡ് ടു മേക്ക് ഇറ്റ് എ പബ്ലിസിറ്റി ആയിട്ട് കൊണ്ടുപോകാൻ താല്പര്യം ഉണ്ടാവില്ല. പുള്ളിക്കൊന്നും അതിൻ്റെ ആവശ്യമില്ലല്ലോ ഉണ്ണിക്കില്ലേ. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ ഉണ്ണി ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നത് നല്ലത്. ബിക്കോസ് ഹി ഹസ് ഗോട്ട് ഒരു സ്റ്റാൻഡേർഡ്, ഒരു സ്റ്റേറ്റസ്, ഒരു ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്ന പുള്ളി. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ നല്ല എൻ്റെ പേഴ്സണൽ അഭിപ്രായം. പക്ഷേ ഇതെന്തെന്നറിയാമോ, ഞാനിത് എന്തുകൊണ്ടാണ് പുള്ളി ചെയ്യുന്നത് പല സിറ്റുവേഷനിലും മനസ്സിലാക്കിയത് എന്താ വെച്ചാൽ, ഒരു സ്റ്റാർ കിഡോ അല്ല പുള്ളി. ഒരു സാധാരണ നിലയിൽ നിന്ന് അവരുടെ സ്വന്തം ഹാർഡ് വർക്ക് കൊണ്ട് വളർന്നു വന്നിട്ടുള്ളൊരു വ്യക്തി എന്നുള്ള സിറ്റുവേഷനിൽ ഉള്ളിൽ എപ്പോഴായാലും ആ ഒരു സാധാരണക്കാരൻ്റെ ഒരു സംഭവം, അതായത് ചെറിയ കാര്യങ്ങൾക്ക് കൊണ്ട് നമ്മൾ ഒരുപാട് സന്തോഷിക്കുക, ഒരുപാട് എന്താ പറയുക, സങ്കടപ്പെടുക, പെട്ടെന്ന് ഇറിറ്റേറ്റഡ് ആവുക, അതൊരു സാധാരണക്കാരൻ്റെ ആ ഒരു വ്യക്തി ഉണ്ണിയുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിട്ടായിരിക്കണം ഉണ്ണി ഇതുപോലുള്ള സിറ്റുവേഷനിൽ ചെയ്യുന്നത്. ബട്ട് ഐ തിങ്ക് ഇറ്റ്സ് ഹൈ ടൈം ദാറ്റ് ഇതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ ഉണ്ണി ഇഗ്നോർ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ. ഓക്കെ, ശരിയാണ്. ഇതിലിപ്പോൾ എന്തെങ്കിലും ഗോസിപ്സൊക്കെ ഈ ഫിലിം സ്റ്റാർസിനെ കുറിച്ചും ആക്ട്രസിനെ കുറിച്ചൊക്കെ ഒരുപാട് ഗോസിപ്സ് വരുന്ന സമയത്ത് അതൊക്കെ എല്ലാവർക്കും ഡിസ്കസ് ചെയ്യാനൊരു കാര്യമാണ്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിലും ഇന്നൊരു ടോപ്പിക് കിട്ടിക്കഴിഞ്ഞാൽ അത് എനിക്കൊരു കോണ്ടൻറ്റാണ്. ജസ്റ്റ് എ കോണ്ടൻറ്റ് ഫോർ എവ്രി വൺ. അല്ലെങ്കിൽ ഫോൺ ഉപയോഗിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നവർക്കൊക്കെ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കളിച്ച് ഒഴിവാക്കി കളയാവുന്ന ഒരു ചെറിയൊരു സിറ്റുവേഷൻ മാത്രമാണ്. ബട്ട് അവരുടെ ലൈഫിൽ അവർക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. കാരണം പ്രത്യേകിച്ച് ഇങ്ങനെ ഗോസിപ്സൊക്കെ റൂമേഴ്സൊക്കെ പറയുന്ന സമയത്ത് അതിലൊന്നും ഇൻവോൾവ് ഇതിനൊന്നും ഇല്ലാത്തൊരു വ്യക്തിക്ക് ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിട്ട് തോന്നും. എൻ്റെ ഒരു എക്സാമ്പിൾ ഉണ്ട്. എനിക്ക് പേഴ്സണലി ഞാൻ അങ്ങനത്തെ ഒരു വ്യക്തിയാണ്. കാരണം എന്നെക്കുറിച്ച് ആരെങ്കിലും തെറ്റിദ്ധരിച്ച് പറയുക അല്ലെങ്കിൽ ഞാൻ ചെയ്യാത്തൊരു കാര്യം പറയാറുണ്ട് ഏറ്റവും കൂടുതൽ വിഷമിക്കുന്ന, ഏറ്റവും കൂടുതൽ ഇറിറ്റേറ്റഡ് ആവുന്ന, ദേഷ്യത്തിനേക്കാളും കൂടുതൽ എനിക്ക് വിഷമവും കാര്യങ്ങളോ വരിക. കാരണം വെച്ചാൽ നമ്മൾ ഇല്ലാത്തൊരു സംഭവം. അപ്പോൾ നമ്മൾക്ക് നോർമൽ പീപ്പിളാണ് അല്ലേ. പക്ഷേ സെലിബ്രിറ്റീസിനെ സംബന്ധിച്ച് ഇങ്ങനത്തെ ഗോസിപ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ അത് ഉൾക്കൊള്ളണം എന്നൊരു അഭിപ്രായം, എളിയ അഭിപ്രായം കേട്ടോ. ഇത് കാണുമെന്നുള്ള അറിയില്ല, പക്ഷെ എന്നാലും നമ്മളൊരു എളിയ അഭിപ്രായം. അന്നത്തെ ഇഷ്യൂസൊക്കെ പല ഇഷ്യൂസും അവോയ്ഡ് ചെയ്യാമായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതിൽ ഞാൻ ഈ കമൻസ് നോക്കുന്ന സമയത്തേ ഞാൻ ഓരോ കമൻറ്റ് നോക്കി. ഇതിലൊരു കമൻറ്റ് ഇപ്പോൾ നിങ്ങൾ ഈ സ്ക്രീൻഷോട്ടിൽ കാണുന്നൊരു കമൻറ്റ് കേട്ടോ. അറഫ് മുഹമ്മദ് എന്ന ഒരാൾ ഇട്ട, ഡിയർ ഉണ്ണി, ശരിക്കും ഈ അടുത്ത കാലത്തായി എന്താണെന്ന് എനിക്ക് സംഭവിച്ചത്? പ്രായം കൂടുതൽ നീ ഒരു കുട്ടിയാവുന്നുണ്ടോ? 25,000 ഫോളോവേഴ്സുള്ള ആ ഗ്രൂപ്പിൽ ഇങ്ങനെ വന്നത് ആ ഗ്രൂപ്പിൽ ഇല്ലാത്ത എന്നെപ്പോലുള്ളവർ കണ്ടതും അറിഞ്ഞതും 2.4 മില്യൺ ഉള്ള നീ ഇട്ട പോസ്റ്റിൽ നിന്നാണ്. സീരിയസ്ലി അത് അൺനോട്ടീസ്ഡ് ആയിട്ട് പോകുന്നൊരു സിറ്റുവേഷൻ
ഇന്നിപ്പോൾ എല്ലാവരും നോട്ടീസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്ക് പോയി. ഓക്കെ, ആ ഒരു പോസ്റ്റ് ഞാൻ കണ്ട സമയത്ത് ഇഫ് ഉണ്ണി ഹാഡ് നോട്ട് പോസ്റ്റഡ് ഇറ്റ്, ഞാനും അതൊരു നോർമൽ ഗോസിപ്പ് എന്നുള്ള കണ്ടീഷനിൽ ഒഴിവാക്കി വിടുമായിരുന്നു ആരും. ഓക്കെ, ഞാനൊന്നും ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് കോണ്ടന്റിന് വേണ്ടിയിട്ട് എന്തെങ്കിലും സംഗതികളൊക്കെ ഉണ്ടോ നോക്കുന്ന വ്യക്തിയായതുകൊണ്ട് കേട്ടോ. ഒരു സിനിമാ പ്രേമി എന്ന നിലയിൽ ഒരു കാര്യം പറഞ്ഞോട്ടെ, കുറച്ച് കാലം മുമ്പ് നിനക്ക് വലിയ ഹേറ്റേഴ്സ് ഒന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ അടുത്തായി നിൻ്റെ ഇങ്ങനെയുള്ള മണ്ടത്തരം കൊണ്ട് നീ ഒരുപാട് ഹേറ്റേഴ്സ് ഉണ്ടാക്കി. ശരിക്കും ഹേറ്റേഴ്സൊക്കെ ഉണ്ടാക്കിയോ? അതുകൊണ്ടൊക്കെ ഹേറ്റേഴ്സ് ഉണ്ടാക്കിയോ? ഒന്നും ഞാൻ യോജിക്കുന്നില്ല. ശരിക്കും ഇങ്ങനെ പോയാൽ ഒരു പട്ടിയുടെ വില മലയാളി നിനക്ക് തരില്ല. സോ റീതിങ്ക്. ശരി, നീ പഴയ ഉണ്ണിയാവാൻ ശ്രമിക്കുക. ഈ ഫോട്ടോ എടുക്കുന്ന സമയത്ത് നിൻ്റെ ആറ്റിറ്റ്യൂഡ് ശരിക്കും അനാവശ്യ വിഷയത്തിൽ പോയി ചാടാതെ നല്ലവനായ ഉണ്ണി ആയിക്കോട്ടെ എന്നിട്ട് ചിരിച്ചിട്ട് സർക്കാർ ഒരു കളിയാക്കൽ പോസ്റ്റായിരുന്നു. ഈ പോസ്റ്റ് ഞാൻ വായിക്കാനുള്ള റീസൺ എന്താണെന്നറിയോ? ഇതിന് ഉണ്ണി മുകുന്ദിന് ഒരു റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. ദിസ് പോസ്റ്റ് ഹാസ് നോ റിലവൻസ്. ഓക്കെ, ഇപ്പോൾ ഈ ഒരു ഗോസിപ്പ് സ്പ്രെഡ് ചെയ്തിട്ട് ഇതിൽ കമൻറ്റ് ഇട്ടിട്ടുള്ള ആ ഒരു ഫേക്ക് ഐ ഡിന്ന് ഇട്ടിട്ടുള്ള ഒരു വ്യക്തി ഏകദേശം അത് സെയിം സിറ്റുവേഷനാണ്. ഇപ്പോൾ ഇയാൾ പറഞ്ഞ സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ പറഞ്ഞാണെന്ന് വെച്ചാൽ ആ വാക്കുകളൊക്കെ, അതായത് ശരിക്കും ഇങ്ങനെ പോലെ പട്ടിയുടെ വിലയെ തരുള്ളൂ, മണ്ടത്തരം കൊണ്ട് നീ ഒരുപാട് ഹേറ്റേഴ്സിനുണ്ടാക്കി, അതൊക്കെ എന്താണ് അതിൻ്റെ ബാക്കിലുള്ള സംഭവം നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് എനിക്ക് പേഴ്സണലി മനസ്സിലാവുന്നുണ്ട്. റീസൺ എന്താണെന്നറിയോ? ഉണ്ണി ഈടായിട്ട് ഈ രാഷ്ട്രീയ നിലപാടുകളെ കൊണ്ട് ഒരുപാട് ക്രൂശിക്കപ്പെട്ടതാണ്. അവിടെ ഞാൻ അത്ര പറയുന്നുള്ളൂ. ഞാനൊരിക്കലും ഒരു BJP ഫേവർ ചെയ്യുന്ന വ്യക്തിയല്ല. നമ്മുടെ രാഷ്ട്രീയം എനിക്ക് നന്നായിട്ട് അറിയാം, എന്നെ അറിയുന്നവർക്ക് അറിയാം കേട്ടോ. പക്ഷെ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, ഏതൊരു രാഷ്ട്രീയ പാർട്ടിയാണെന്നുണ്ടെങ്കിലും, ഇപ്പോൾ BJP ഈസ് എ റൂളിംഗ് പാർട്ടി അല്ലേ, ഏതൊരു രാഷ്ട്രീയ പാർട്ടിയാണെന്നുണ്ടെങ്കിലും ഏതൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിലും ഏതൊരു പ്രസ്ഥാനത്തോട് കൂടിയിട്ടാണ് ചേരേണ്ടതെന്നൊക്കെ അവരവരുടെ പേഴ്സണൽ ഇഷ്ടമാണ്. അത് നമ്മൾ ആ പറഞ്ഞിട്ടനുസരിച്ച് ആ ഒരു രീതിയിൽ ആക്ഷേപിക്കാൻ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഓക്കെ, ഇതിന് ഉണ്ണി മുകുന്ദൻ ഒരു എപ്പിക് റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. എപ്പിക് റിപ്ലൈ എന്ന് പറഞ്ഞാൽ ഒരു പോസ്റ്റ് മറുപടി കൊടുത്തിട്ടുണ്ട്. ഐ ഹാവ് നത്തിങ് ടു ലൂസ് ത്രൂ റൂമേഴ്സ്. ഉണ്ണിക്കൊന്നും നഷ്ടപ്പെടാനില്ല. തിങ്ക് അബൌട്ട് ദി ഗേൾ ആൻഡ് ഹെർ ഫാമിലി. What am I supposed to gain? But daily random marriage and link up news are surely not cool. അതായത് ഉണ്ണിക്കൊന്നും നഷ്ടപ്പെടാനില്ല. എനിക്ക് എന്താ കിട്ടുന്നത്? ഡെയിലി വരുന്ന ഇതുപോലെ റാൻഡമായിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന മാരേജും കാര്യങ്ങളും ലിങ്കപ്പ് ന്യൂസും കാര്യങ്ങളൊക്കെ ഒരു സുഖമുള്ള കാര്യമല്ല. You may not be saying this if I was linked to your sister. It affects only when it gets personal. നിനക്ക് നിൻ്റെ സഹോദരിയോട് കൂടെ എൻ്റെ പേര് ലിങ്ക് ചെയ്ത് വരുന്ന സിറ്റുവേഷനിൽ നിനക്ക് എൻ്റെ സിറ്റുവേഷൻ മനസ്സിലാവുള്ളൂ. പിന്നെ I guess you happily went back home after taking the picture. I hope I was good enough for you back then. അന്ന് നീ ഫോട്ടോ എടുത്തതിന് ശേഷം സന്തോഷമായിട്ട് നിൻ്റെ വീട്ടിലേക്ക്, കാരണം വെച്ചാൽ ഇയാൾ ഇതിലൊരു ഫോട്ടോയും കൂടി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഉണ്ണീൻ്റെ കൂടെ നിന്നിട്ടുള്ളൊരു ഫോട്ടോ. നീ അന്ന് തിരിച്ചു പോയ സമയത്ത് നീ ഹാപ്പി ആയിരുന്നു, അന്ന് നിനക്ക് പ്രിയപ്പെട്ടൊരു വ്യക്തിയായിരുന്നു ഞാൻ. About haters, I am not here to live my life for someone's terms, which is very good. വേറൊരാളുടെ ടേംസിന് വേണ്ടി ജീവിക്കാനുള്ള ഒരു വ്യക്തിയല്ല ഞാൻ. ഹേറ്റേഴ്സ് ചിലപ്പോൾ കൂടും കുറയും. ലൈഫ് ഗോസ് ഓൺ. യു സ്റ്റേ ഹാപ്പി. ട്രൈ ടു വാച്ച് ജയ് ഗണേഷ് ഓൺ April 11th ആൻഡ് ഷെയർ യുവർ ഫീഡ്ബാക്ക്. ചിയേഴ്സ് എന്നിട്ട് ഒരു അത്യാവശ്യം നല്ലൊരു ഡീസൻ്റ് ആയിട്ടുള്ള റിപ്ലൈ ഉണ്ണി ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഒരുപാട് കമൻസ് ഉണ്ട്. അതെന്താ അനക്കോളെ കെട്ടിയാൽ പിന്നെ ഇപ്പോൾ കമൻറ്റ് ബോക്സ് നോക്കിക്കഴിഞ്ഞാൽ കുറേ ചിരിക്കാനും തോന്നും. പക്ഷേ എന്താ വെച്ചാൽ ഇതിൽ ഇൻവോൾവ് ആയിരിക്കുന്ന ആൾക്കാർക്ക് ഒരിക്കലും ഇതൊരു തമാശയോ കോമഡി ആയിരിക്കില്ല. ബട്ട് വെൻ ഇറ്റ് കംസ് ടു സെലിബ്രിറ്റീസ്, ഈ കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലും ഇതുപോലുള്ള ന്യൂസ് സ്പ്രെഡ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിലും ഈവൻ ഫേസ് കാണിച്ചിട്ട് വീഡിയോസ് ചെയ്യുന്നവരാണെങ്കിൽ പോലും ഈ സെലിബ്രിറ്റീസിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ദേ തിങ്ക് ദാറ്റ് സംസാരിച്ചുകൊണ്ടൊന്നും സംഭവിക്കില്ല, ഇവരൊരു കമൻറ്റൊക്കെ ഇട്ടിട്ട് പോകുന്ന വിചാരിക്കുന്നത്. പക്ഷേ പല സിറ്റുവേഷൻസിലും പല ആൾക്കാരുടെ കേസിലും നമ്മൾ അറിയാതെ തന്നെ നമ്മൾ ഡെയിലി ചർച്ചയാവാതെ നമ്മൾ കണ്ടിട്ടുണ്ട്. കാരണം ഒരു കമൻറ്റിൻ്റെ പേരിൽ ഇതിലൊക്കെ പല ആൾക്കാരും പുലിവാല പിടിച്ച സിറ്റുവേഷൻ ഉണ്ട്. ഓക്കെ, വോട്ടെവർ, ഇതിൽ പുലിവാല പിടിക്കേണ്ട സംഗതികളൊന്നുമില്ല. എനിക്ക് പേഴ്സണലി ഇത്ര ഈ അറഫ് മുഹമ്മദ് എന്ന് പറഞ്ഞ ആൾ പറഞ്ഞതിൻ്റെ വേറൊരു ഒന്നും കൂടി പോളിഷ്ഡായിട്ട് ഉണ്ണിയെ സ്നേഹിക്കുന്നൊരു വ്യക്തി, ഒരു ഹേറ്ററല്ല, സ്നേഹിക്കുന്നൊരു വ്യക്തി എന്നുള്ള കണ്ടീഷൻ കൊണ്ട് ഇയാൾ ഇനിയും ഒരു ഉയരത്തിൽ എത്ര അതിനുള്ള കാലിബർ ഉണ്ട്. അതൊക്കെ നമ്മൾ ആരും ആളെ പറയാൻ ആളല്ല. ഓക്കെ, അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മളൊരു കാര്യം ഇത്ര പറയുന്നുള്ളൂ. ഇതുപോലുള്ള സംഭവങ്ങൾ നമ്മുടെ ഡെയിലി ലൈഫിൽ ഒരുപാട് സംഗതികൾ കാണും. ഓക്കെ, പേഴ്സൺ ലൈക്ക് ഇതുപോലുള്ള ഈ ഒരു സെലിബ്രിറ്റി ലൈഫ് ആയിട്ട് മുന്നോട്ട് പോകുന്ന നാളെയും ഇതുപോലെ ഒരുപാട് സിറ്റുവേഷൻസും ഇനി ഒരുപാട് ആക്ട്രസിൻ്റെ കൂടെയും ഒക്കെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വരേണ്ട ആൾക്കാർ. അപ്പോൾ അവരുടെയൊക്കെ ലൈഫ് സ്പോയിലാവുമെന്ന് വിചാരിച്ചിട്ട് ഇതുപോലുള്ള ഇൻഡിവിജ്വൽ കമൻസിന് മറുപടി കൊടുക്കാം. ബട്ട് വെൻ യു റീപോസ്റ്റ് ഇറ്റ് ഓൺ യുവർ സോഷ്യൽ മീഡിയ അക്കൗണ്ട് ആൻഡ് യു വോണ്ട് നിങ്ങളിത് 10-25 ലക്ഷം ആൾക്കാരിലേക്ക് നിങ്ങളായിട്ട് എത്തിക്കുന്ന സിറ്റുവേഷനിൽ ഐ തിങ്ക് ദാറ്റ് ഈസ് ഗിവിങ് മോർ ഡാമേജ്. അതാണ് ഇനിയിപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഈ ഒരു ഡാമേജ് ആണെങ്കിൽ അതാണ് എനിക്ക് കൂടുതൽ ഡാമേജ് ചെയ്യാമെന്ന് എനിക്കെന്തോ പേഴ്സണലി ഫീൽ ചെയ്യുന്നു കേട്ടോ. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു എന്നേ ഉള്ളൂ. അതുകൊണ്ട് ഇതുപോലുള്ള കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിന്ന നന്ന്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ അതാണ്, ചില കാര്യങ്ങളിൽ നമുക്ക് എത്ര വന്നു കഴിഞ്ഞാൽ നമ്മളെ റൂട്ട്സ് നമ്മളിലുള്ള ആ ഒരു വ്യക്തി നമുക്ക് എത്ര കഴിഞ്ഞാലും ആൾ പോയില്ല. അതുകൊണ്ടാണ് ആ സീക്രട്ട് ഏജൻറ്റ് ഇഷ്യൂവിലും ഉണ്ണി ചൂടായത്. ഞാൻ ഉണ്ണിനെ ഒരിക്കലും ഒന്നും ബ്ലെയിം ചെയ്തിട്ടില്ല. സ്വാഭാവികമായിട്ട് നമുക്ക് സാധാരണക്കാരനാണ്, അങ്ങനെ വളർന്ന ഒരു സ്റ്റാർ കിഡൊന്നും അല്ലാത്ത സിറ്റുവേഷനിൽ ചെറുപ്പം മുതൽ ഇത് ഹാൻഡിൽ ചെയ്യാന്നല്ല പറയുക,
ഒരു സാധാരണക്കാരനായിട്ടാണ്. ഉണ്ണി ഒരു സാധാരണക്കാരനാണ്, പിന്നെ വളരെ സെൻസിറ്റീവ് എന്നല്ല പറയാം, എന്താ പിന്നെ വേർഡ് പറയാറില്ല ഞാൻ, അങ്ങനത്തെ വേർഡ്സ് എന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പോൾ വേറൊരു അർത്ഥത്തിൽ കൊടുക്കുന്നില്ല. എന്താണെന്നുണ്ടെങ്കിലും ഇത് ഒരു ഒഴിവാക്കാമായിരുന്നു ഈ റീപോസ്റ്റ് ചെയ്യുന്ന സിറ്റുവേഷൻ എന്ന് വേണം എന്ന് ജസ്റ്റ് ഒന്ന് പറയുന്നു. ആ ഒരു എൻ്റെ അഭിപ്രായം മാത്രം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ കേട്ടോ.